കമലഹാസനും രജനീകാന്തും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കാൻ പോകുന്ന സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് ലോകേഷ് കനകരാജ് ആണെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സിനിമ ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത് ലോകേഷ് കനകരാജ് അല്ല. കാരണം ലോകേഷ് കനകരാജ് രജനീകാന്തിന്റെ അടുത്ത് ഒരു കഥ പറയുകയുണ്ടായി. ഒരുപാട് വയലൻസ് നിറഞ്ഞ ഒരു ഗാങ്സ്റ്റർ കഥയാണ് ലോകേഷ് കനകരാജ് പറഞ്ഞത്. ഇത് രജനീകാന്തിനെ ഇഷ്ടപ്പെട്ടില്ല എന്നും അതുകൊണ്ട് രജനീകാന്ത് ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പകരം കമലഹാസനും രജനീകാന്തും ഒരുമിക്കാൻ പോകുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് നെൽസൺ ആണ്. ഇപ്പോൾ നെൽസൺ സംവിധാനം ചെയ്യുന്നത് രജനീകാന്തിനെ തന്നെ വെച്ച് ജയിലറാണ്. അതിനുശേഷമായിരിക്കും ഈ സിനിമയുടെ വർക്കുകൾ ആരംഭിക്കുക. കമലഹാസനും രജനീകാന്തും നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു ഹൈപ്പാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ച വന്ന വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു ആദ്യ ചിത്രം തന്നെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററാക്കിയ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ മൂന്നാമത്തെ സിനിമ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ പെപ്പയെ വെച്ചുള്ള കാട്ടാളനാണ്. ഈ സിനിമയ്ക്ക് ശേഷമാണ് മമ്മൂക്കയുടെ അടുത്തുള്ള സിനിമ വരുന്നത്. ലോർഡ് മാർക്കോ മമ്മൂക്കയെ വെച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതങ്ങനെയായിരിക്കില്ല. കാരണം ഇപ്പോൾ വരുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ പാബ്ലോ എസ്കോബാർ പോലുള്ള ഒരു സ്റ്റോറിയാണ് ആ സിനിമ എന്നാണ് പറയപ്പെടുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും മമ്മൂക്കയും ഒരുമിക്കുന്ന ഈ സിനിമയ്ക്കും വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ട്. ബബ്ബബ്ബ അങ്ങനെ ബബ്ബബ്ബയുടെ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 18 ഈ സിനിമ ലോകമെമ്പാടുമായി റിലീസ് ചെയ്യാൻ പോകുന്നത്. ബബ്ബബ്ബയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന റൂമറുകൾ പ്രകാരം ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ മാറിയിട്ടുണ്ട്. ഷാൻ റഹ്മാൻ ആയിരുന്നു ഇതുവരെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പകരം ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ കൊണ്ടുവരുമെന്ന് റൂമറുകളുണ്ട്. അതുപോലെ സൂര്യ 46ന്റെ 50% ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 2026 റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ജനനായകന്റെ റിലീസ് പോസ്റ്ററും ബബ്ബബ്ബയുടെ റിലീസ് പോസ്റ്ററും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ബബ്ബബ്ബയിൽ ഒരുപാട് വിജയ റെഫറൻസുകൾ ഉള്ളതിന് പുറമെയാണ് പോസ്റ്ററിലും ഈ റെഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. മിന്നൽ മുരളി 2 2021 ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായ ചിത്രമായിരുന്നു മിന്നൽ മുരളി. ഈ സിനിമ OTT-ൽ വന്നതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട ഒരു സിനിമ നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ മിന്നൽ മുരളിക്ക് 2ാം ഭാഗം വരാൻ പോകുന്നു. ബേസിൽ ജോസഫ് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന് ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന റൂമറുകൾ ഈ അടുത്ത് വന്നിരുന്നു. എന്നാൽ എല്ലാവരും കരുതിയിരുന്നത് ബേസിൽ ജോസഫ് ഹിന്ദിയിൽ രൺവീർ സിംഗിനെ വെച്ച് ശക്തിമാൻ ചെയ്യാൻ പോകുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റൂമറുകൾ പ്രകാരം ശക്തിമാനല്ല വരാൻ പോകുന്നത്, പകരം മിന്നൽ മുരളി 2 ആണ്. മിന്നൽ മുരളി 2 അതെന്തായാലും വരിക തന്നെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതുപോലുള്ള സിനിമാ വാർത്തകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.